കേക്കറണ്ടാ എടാ ഞാനിവിടെ പണിയിലാണെന്ന്. ഇടാ ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് വരാൻ പറ്റും, ഞാൻ ഇവിടെ ഒറ്റക്കുള്ളൂ. നീ എന്താ ട്യൂബ് ലൈറ്റ് ആണോ? ഒരു കാര്യം പറഞ്ഞു മനസ്സിലായി. കുറെ സമയം കഴിഞ്ഞിട്ടല്ല കത്തണത്. ഞാൻ ഇവിടെ ട്യൂബ് ലൈറ്റ് കേട്ടുകൊണ്ടിരിക്കണം. ഹലോ 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 എന്താ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഞാൻ വിളിക്കാടാ. ആ പിടിക്കണ വേണ്ട ഇവിടെ പറഞ്ഞ എന്താണ് ഇങ്ങോട്ട് വന്നേ. എപ്പോഴായിരുന്നു? അത് 2 ആഴ്ചയായല്ല. 2 ആഴ്ച ആണോ? എന്നിട്ട് എന്താണ് അറിഞ്ഞില്ലേ? എന്താ ആൾക്കാരാണ് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരാണ്ടായിരിക്കും അല്ലേ? പുറത്തുനിന്ന് ആൾക്കാരുടെ പ്രവാഹമാണ് ഇവിടെ. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തേക്കണേ. രാത്രിയൊക്കെ പാതിരാത്രിയൊക്കെയാണ് വരുന്നത്. ഞാൻ അറിഞ്ഞായിരുന്നു പുള്ളി സൂയില്ലാണ്ട് എടുക്കണൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. തിരക്കായി ഗോവിന്ദ ചേട്ടനെ സൂയില്ലാണ്ടിരിക്കണം വരാൻ പറ്റില്ല. വന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ മരിച്ചോയില്ലേ? നല്ലൊരു മനുഷ്യനെ. മരിച്ചാ? ആര് മരിച്ചു? ഗോവിന്ദ ചേട്ടൻ. എടാ മരിച്ചതൊന്നുമല്ല, പുള്ളിയുടെ പുലി പോലെ ഇരിപ്പുണ്ട്. പിന്നെന്താണോ ഈ ആൾക്കൂട്ടം? ഒറ്റടി എന്തായാലും പറഞ്ഞേക്കാം. ആൾക്കൂട്ടം എന്താണെന്നാ? എടാ നമ്മുടെ സരിതേച്ചി മെമ്പറായില്ലേ? 2 ആഴ്ചക്ക് മുമ്പായിരുന്നല്ലേ ഇലക്ഷൻ. ഇപ്പൊ മെമ്പറാണ് പഞ്ചായത്തിലാ. അത് സരിതേച്ചിനെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കണേണ്. ഇപ്പൊ ഈ 4 പേരെ നോക്കണ്ട, ഇനി വരാൻ പോണുള്ളൂ. കിള പോലെ വരും ഇപ്പൊ ഇങ്ങോട്ട്. ഞാൻ അന്ന് ആ ഇലക്ഷനെ മറ്റേ നോട്ടീസ് അടിച്ചപ്പോ പറഞ്ഞതാണ് ഈ ഒരു ക്യാപ്ഷൻ വെക്കണ്ടെന്ന്. അതിനകത്തൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ല, എന്നും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം വന്നു. ഇപ്പൊ എന്നും എപ്പോഴും അവരുടെ ഒപ്പം പോണേ. ഞാനേ പുള്ളിനെ ഒന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചേ ഇപ്പൊ കാണാല്ല പുള്ളി. അല്ല അത് വേണ്ട, മൂടില്ല. രാവിലെ ഇറങ്ങാൻ പോണേണ്. കുളി കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ മേക്കപ്പില്ല, അണിഞ്ഞൊരുക്കം കൂടല. പണ്ടതില്ലായിരുന്നു. വാർഡ് മെമ്പറായി ആയില്ലേ? ഇനിയിപ്പോൾ മുമ്പത്തെ പോലെ നടക്കാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കും. തേങ്ങ പത്രച്ചാലും താളല്ലേ കറി, അവർക്ക് അറിഞ്ഞുകൂടല്ല. കൂട്ടത്തി അരവിന്ദൻ ആരാണ് ചെല്ലി? അരിവെന്താ? അരവിന്ദൻ ആരാണെന്ന് ചെല്ലി വിളിക്കണ്? അരവിന്ദനല്ല, പിന്നെ അരിവെന്താന്ന്. അരിവെന്താന്നാ? അരി അടപ്പത്തിട്ടുണ്ടോ? പിന്നെ അരി അടുപ്പത്തിട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഈ കറിയും വെക്കണം. പിന്നെ കറി വെക്കണ്ടേ? ചോറ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുവാ? ഒരു കാര്യം ചോദിച്ചിട്ട് മീൻ എവിടുന്നെങ്കിലും മേടിച്ചിട്ട് ഇച്ചിരി കറി വെക്കി ഇച്ചിരി വറുക്കുകയും ചെയ്യും. ഞാൻ നിന്റെ ഭർത്താവാണ്, അല്ലാണ്ട് ഈ വീട്ടിലെ വേലക്കാരനല്ല. അയ്യോ, ഞാനപ്പോ ഇവിടുത്തെ വേലക്കാരിയായിട്ടാണോ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ ഞാൻ പണ്ടത്തെ പോലെ വീട്ടമ്മയല്ല, ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. എനിക്ക് ജോലിയുണ്ട്, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ അങ്ങനെ ഇരിക്കും. ഇവിടെ 100,000 പേര് എന്നെ തിരക്കി ഇവിടെ വരുന്നതാണ്. ഈ മുറ്റവും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്. അടുക്കളയിൽ സിങ്കിൽ കുറേ പാത്രം കിടപ്പുണ്ട്, അത് ഒന്ന് കഴുകി. പിന്നെ തുണി അലക്കണ്ടേ? പിന്നെ അലക്കാത്ത തുണി കൊടുക്കാൻ പറ്റുമോ? 2 സാരി ഒന്ന് തേച്ച് വെച്ചേക്ക്, നാളെ എനിക്ക് 2 ഉദ്ഘാടനം ഉള്ളതാ. അച്ഛനെ കുളിപ്പിച്ച് കിടത്തിക്കോട്ടെ. അയ്യാ, കിടത്തണ്ട, അങ്ങനെ കുളിപ്പിച്ചാ മതി. അച്ഛൻ തന്നെത്താൻ കിടന്നോളൂ. അവരുടെ പ്രശ്നങ്ങൾ തീർക്ക്. അവരുടെ പ്രശ്നങ്ങള് വഴിപ്രശ്നമൊക്കെ നിങ്ങൾ തന്നെ തീർക്കണോ? അവള് ഇടപെടണം എന്തിനാണോ? വഴിപ്രശ്നോ? മിണ്ടാതിരി. വഴിപ്രശ്നല്ലേ? 3 മീറ്റർ അളന്ന് കിട്ടണം. അത് ഞാൻ വരാം. താനൊരു വണ്ടിയും കൊണ്ട് വന്നാൽ മതി, അന്നേരം ഞാൻ അതിന്റെ കൂടെ അങ്ങോട്ട് വരാം. തന്റെ പ്രശ്നം എന്താണ്? അതിർത്തി പ്രശ്നം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ ബാബ പോകാം. ഏത് വണ്ടിയാണ്? അയ്യേ, ഞാനേ പുറകിരിക്കേണ്ട ആളൊന്നുമില്ല. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. ഞാൻ മുമ്പിരുന്ന് ചവിട്ടും, താൻ എന്റെ പുറകെ ഇരുന്നാ മതി. കേട്ടല്ല? വാ, സൈക്കിളെങ്കിൽ സൈക്കിള്. തനിക്കെന്താടോ ഇനി? സൗണ്ട് ഇവിടെ സൗണ്ട് പോയതിന് എന്റെ അടുത്താണോ വരണത്? വല്ല ഡോക്ടറെയും കാണിച്ചിട്ട് വല്ല കപ്പ് സിറപ്പും മേടിച്ച് കഴിക്കും. എന്റെ സൗണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടാ ഞാൻ അതിനല്ല വന്നത്. പിന്നെന്താണ്? പ്രചരണത്തിന് വെച്ചത് എന്റെ സൗണ്ടാണ്. കാശ് കിട്ടിയില്ല. എങ്ങനെ കാശ് തരും? ഇതല്ലായിരുന്ന സൗണ്ട്. ആ സൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കേട്ടില്ല, പിന്നെ എങ്ങനെ കാശ് തരാനാണ്? കാശ് താ മെമ്പറേ. അതാ ഞായറാഴ്ച വാ, അന്ന് കാശ് തരുമോ? എന്ന് തരാൻ പറ്റുമെന്ന് അന്ന് പറയാം. ഇയാടെ കൂടെ ഞാൻ പോണേണ്. അവരുടെ പ്രശ്നം തീർത്ത് കഴിയുമ്പോൾ താനൊരു ഓട്ടോയും കൊണ്ട് അവിടെ വാ. തന്റെ കൂടെ ഞാൻ കയറി അവിടെ വരാം. അവിടെ വന്നിട്ട് ആ അളവ് പ്രശ്നം തീർത്തിട്ട് നേരെ എനിക്ക് സ്കൂളിലേക്ക് പോകണം. അവിടെ വേറെ വണ്ടിയും കൊണ്ട് അവര് വന്നോളും. ആ കൂടെ ഞാൻ കയറി അങ്ങോട്ട് പോകും. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും പോയാ മതി ഈ വീട്ടിൽ നിന്ന്. വാ, ഞാൻ എവിടെ വന്നിട്ട് നിന്നെ കിട്ടും. താൻ എങ്ങും വന്ന് വിളിക്കാൻ നിൽക്കണ്ട. ആരുടെങ്കിലും വണ്ടിയെ കയറിയേ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നോളാം. മുമ്പ് വരുവോ? നോക്കട്ടെ. ചേച്ചി കഴിഞ്ഞപ്പോൾ മട്ടും പാവവും മാറി. രാവും പകലും അതൊന്ന് തിരിച്ചറിയണല്ലോ. ഒരൊറ്റ പോക്ക്. ആരാണ് വിളിച്ചുകൊണ്ട് പോണത്, എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? വിധി അല്ലാതെന്താ? ഹലോ, സുമതിയല്ലേ? വിളിച്ചില്ല. പിന്നെ
ആള് പോയി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേ, വാർഡ് മെമ്പറിനെ കൊണ്ട് സഹായിച്ചു തരാൻ പറ്റുന്നത് സഹായിച്ചു തരാം. എനിക്ക് സഹായിച്ചു തന്നില്ല പിന്നെ ആർക്ക് സഹായിച്ചു കൊടുക്കാൻ? എന്താ വിളിക്കാത്തത്? ഞാൻ ഇവിടെ ഒറ്റക്കിരിക്കണേ. അവള് പോയി. വന്നാൽ ബോറടിയാണ്. കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാം. ഹസ്ബൻഡ് ഉണ്ടാ എന്നാ വെച്ചേ, പിന്നെ വിളിക്കാം. മെമ്പറിന് ഇപ്പൊ ഒരു ആ പാർട്ടിക്കാർ വന്ന് അങ്ങോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. ഫോൺ വിളിച്ചിട്ട് അടിക്കാലോ അവര്. ഫോൺ വിളിച്ചിട്ട് എടുക്കണം. എങ്ങനെ ആൾ മാറിയിട്ട് വേണ്ടേ? വെളുപ്പിനെ മുതൽ ആൾക്കാർ പരാതികളായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ ഒരു ജാഥ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പൊ എന്റെ പ്രശ്നം പരിഹരിക്കും. തന്റെ പ്രശ്നം എന്താണ്? നാറ്റക്കേസാണ്. നാറ്റക്കേസ്. എന്ത് നാറ്റക്കേസാണ്? വീടിന്റെ മുമ്പ് എടുത്തുകൊണ്ട് 3 ദിവസം മാലിനിട്ട് നാറ്റം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. 3 ദിവസമായി. ശരി, മാലിന്യോ വന്നതൊക്കെ ഈ വളിക്കേസും തീട്ടക്കേസും ആണല്ലോ. ഒരു നല്ല കേസ് ഈ വീട്ടിൽ ഇതുവരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്നാ ചെയ്യണം? അവളെന്നാ ചെയ്യാനാണ്? ആരെ ഇടണ ആരാണ്? എന്റെ വീട്ടിലെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എടോ, ആ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് പഞ്ചായത്തിൽ കൊടുത്തിരുന്നെങ്കിൽ 2500 എനിക്ക് കിട്ടിയാനല്ല. ആശയൊന്നും വേണ്ട. അപ്പൊ എന്റെ മാലിന്യൊന്നും മാറി കിട്ടിയാൽ മതി. നാറിയിട്ട് മേലെ ഇനിയിപ്പോ ഇട്ടത് നമുക്ക് എടുത്താലും കളയാൻ പറ്റില്ല. ഇട്ടത് ഇട്ട് ഞാൻ ഇടണ ആരാണെന്ന് വെച്ച് നോക്കി വെക്കണ്ട. അവന്റെ നമ്പറും കാര്യങ്ങളും ഇങ്ങോട്ട് നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം. നമ്പർ തരാം, പക്ഷെ എന്റെ പേരൊന്നും പറഞ്ഞേക്കരുത്. ധർമ്മത്തിൽ വിളിക്കാൻ എനിക്ക് കഴിയാല. അപ്പൊ എന്റെ വീണ്ടുമുള്ള കൊണ്ട് കുഴപ്പമില്ല. അതിന് മെമ്പറല്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഇത്രമാത്രം പ്രശ്നമുള്ള ഒരു വാർഡായിരുന്നെങ്കിൽ അവളെ ഞാൻ നിർത്തിക്കൂലായിരുന്നു ഇവിടെ. എല്ലാ അലമ്മമാരും ഇങ്ങോട്ടാണ് വന്നത്. ഹലോ, എടേണ് വിളിയില്ലല്ലോ. എന്താ വിളിക്കാത്തത്? വിളിക്കണടക്കല്ലേ, മറന്നുപോയില്ലേ? പഞ്ചായത്തിൽ നിന്നാ കൊടുക്കുന്നുണ്ട്. കോഴിയുണ്ട്, കോഴിമുട്ടയുണ്ട്. എന്നെ കോഴി തരും, ഞാനല്ല കോഴി. കോഴീനെയും കൊടുക്കുന്നുണ്ട്, കോഴിമുട്ടയും കൊടുക്കുന്നുണ്ട്. ഏത് വേണം? 10 കോഴിയും 10 കോഴിമുട്ടയും. പിന്നെ നിനക്ക് വന്നില്ലേ പിന്നെ വേറെ ആർക്ക് കൊടുക്കാം? പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണേ. കോഴിമുട്ടയൊക്കെ ഞാൻ മേടിച്ചിടാം. ഓക്കെ. ഒരു പുളിസെങ്കിലും എനിക്ക് അടിച്ചു തരണേ. നിങ്ങളെ നടന്നു കേട്ടാ. ഞാൻ ആ വിഷയം ഒന്ന് കേട്ടിട്ട്. എന്താടോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്ന് കാണണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് കാര്യം? അതൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. പക്ഷെ അതിനി പറയാതിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും താനെന്താ ഉദ്ദേശിക്കണത്? അല്ല, ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയും. താനൊന്ന് പോയി. എനിക്ക് കുടുംബം പിള്ളേരൊക്കെ ആയിട്ട് താമസിക്കണത്. തനിക്ക് അങ്ങനെയുള്ള കാര്യമൊക്കെ വല്ല ഫ്രീ ആയിട്ട് നിൽക്കണവരോടും പോയി പറ. അല്ല, അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ഒരു കാര്യം പറയാണ്ടെങ്കിൽ അത് അവിടെ തന്നെ പറയണോ. എനിക്കിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ ഈ വാർഡിലെ മെമ്പർ. ഒരു കാര്യം ചെയ്യും, 5 വർഷം കഴിഞ്ഞ് ഞാൻ ഈ മെമ്പർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമല്ലോ, അപ്പൊ വേണേ ആലോചിക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആരോട് പോയി പറയാനാണ്? മെമ്പർ എന്താ ഉദ്ദേശിച്ചത്? താനെന്താ ഉദ്ദേശിച്ചത്? പണ്ട് നമ്മള് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം അതല്ലല്ലോ. ഇപ്പൊ എന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനത് മെമ്പറോട് പറയാൻ വേണ്ടി വന്നതാണ്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാനും എന്റെ വൈഫും തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ട്. മെമ്പർ റൂട്ട് മാറി ചിന്തിക്കണ്ട. അത് എന്താന്ന് വെച്ചാല്, ഇനി കാര്യം പറ. എന്താണ്? ഞാൻ ഡിസംബർ 31 മദ്യപാനം നിർത്തിയാണ്. ഇനി കഴിക്കൂല എന്ന് പറഞ്ഞ് സത്യം നിർത്തിയാണ്. വലിയില്ല, കുടിയില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് അവളൊന്നും ചോദിക്കാണ്. ഒരുമാതിരി ഒരു ആക്കിയ പുരാണ്. നമ്മുടെ വൈഫാണ്, എന്നാലും ഒരു ആക്കിയ രീതിയിലുള്ള പുരാണ്. ഇപ്പൊ നിങ്ങൾക്ക് കൂട്ടുകാരും കൂട്ടുകെട്ടൊന്നും ഇല്ലേ? ഒറ്റക്കാണ് നിങ്ങള്. മുമ്പ് പാട്ടും കൂത്തും ബഹളമൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നില്ല. പിരിവിടാൻ ആളില്ലേ? ആരെയും വിളക്കാൻ പോണില്ലേ? ഒരുമാതിരി നമ്മളെ കണ്ട് കുറ്റം ചെയ്ത പോലെ. മനസ്സിലായോ? എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ എല്ലാ വീട്ടിലും സ്വാഭാവികമാണ്. പെണ്ണുങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നതേ അത് തന്നെയാണ്. അല്ല, എന്നാലും നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യല്ലേ? ഇപ്പൊ പാട്ടും പാടി പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കല്ലേ? അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. കലി വന്നിട്ട് ഞാൻ എന്നാ മാല പൊട്ടിച്ചാൽ 2 അടിക്കാന്ന് ഞാൻ വെച്ച് അവിടെ കഴുത്തേ കയറി പിടിക്കും. അവിടെ ഒറ്റ അടി എനിക്ക് ഇട്ടുവിട്ടിട്ട് അവളെ അടിക്കണ കണ്ടിട്ട് അവിടെ അച്ഛനും അമ്മയും വന്ന് അവരടിച്ച്, അവരുടെ ബന്ധുക്കൾ വന്ന് അവരടിച്ച്. ഇതെന്തൊരു കളിയാണ്? എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ ഭർത്താവിനെ ഇങ്ങനെ വീട്ടിലിട്ട് ഇങ്ങനെ തല്ലിയ ഉപദ്രവിക്കുന്ന. തനിക്ക് വേറെ പണിയില്ല? ഒരു കാര്യം ചെയ്യും, മേടിച്ച സ്ത്രീധനം തിരിച്ചു കൊടുത്തേച്ചുവേ ഡൈവോഴ്സ് ചെയ്യാൻ നോക്കും. അത് തന്നെ എന്റെ തീരുമാനം. മെമ്പറാവുന്നു ശരിയാക്കി തന്നെ. ഞാൻ എന്നെ ശരിയാക്കാൻ? അല്ല, ഒന്ന് പറഞ്ഞ് സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞ് സംസാരിക്കണതിനൊന്നും കുഴപ്പമില്ല. എത്ര പവന്റെ സ്ത്രീധനം മേടിച്ചായിരുന്നു? ഞാൻ അന്ന് 10 പവനും 1 ലക്ഷം രൂപയും കിട്ടിയായിരുന്നു. 10 പവന് ഇപ്പൊ 10 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ സ്ത്രീധന തുകയും കൂടെ. ഒരു കാര്യം ചെയ്യും, 11 ലക്ഷം രൂപയാകും. അത് തിരിച്ചു കൊടുത്തേച്ചും ഡൈവോഴ്സ് ചെയ്യാനുള്ള ഇല്ല. അന്ന് ഒരു പവന് 3000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 30,000 രൂപ കൊടുത്താ പോരെ. അയ്യോ സഹോദര, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 10 പവനായിട്ടാണ് തന്നത്. തിരിച്ചു കൊടുക്കുമ്പോ ആ 10 പവന്റെ സ്വർണം തന്നെ തിരിച്ചു കൊടുക്കണം.
അല്ലാതെ എങ്ങനെ അല്ലെ ഡൈവേഴ്സ് 10 പവന്റെ സ്വർണ്ണത്തിന് 10 ലക്ഷം രൂപ ആവൂലേ? ആകും? അതെന്റെ കിടക്കണ. പിന്നെ എന്റെ കിടക്കണം. അപ്പൊ ഞാൻ ഈ 10 ലക്ഷം രൂപ മുടക്കി സ്വർണം മേടിച്ചു കൊടുക്കണമെന്നാണ് മെമ്പർ ഈ പറയണത്. അതാ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ വരുമ്പോ അങ്ങനെയാണ് മെമ്പർ സംസാരിക്കണം. ഇതിപ്പോ ഇരട്ടി പൈസ ഞാൻ കൊടുക്കേണ്ടി വരൂല. ഇരട്ടിയൊന്നും ഇല്ല. 10 പവൻ അവര് തന്നെങ്കിൽ 10 പവനും നമ്മൾ തിരിച്ചു കൊടുക്കണം. അല്ലാതെ അന്ന് 3000 ഉള്ളു 30,000 ഉള്ളെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 20 പവന് ഒരു 2 ലക്ഷം രൂപ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല അത് 10 അങ്ങോട്ടും കൊടുത്താൽ 10 എൻ്റെ പ്രശ്നം ഒതുങ്ങി തീർക്കൂല. ഇതോ ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്, അല്ലാതെ ബ്രോക്കർ അല്ല. തനിക്ക് ശ്രീധനം ഒപ്പിച്ച് തന്ന പെണ്ണിനെ കണ്ടുപിടിച്ചു തരാം. അല്ല അല്ലാതെ പരിഹരിക്കാൻ പറയാൻ മാർഗ്ഗമില്ല. മെമ്പർക്ക് ഒരു കാര്യത്തിന് വരുമ്പോഴത്തേക്ക് മെമ്പർ ഇങ്ങനെ ഇരട്ടിയാണ് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? താൻ 11 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ 10 പവന്റെ സ്വർണ്ണവും 1 ലക്ഷം രൂപയും ഉണ്ടാക്കി തിരിച്ചു കൊടുത്തിട്ടേ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഭാഗം നോക്ക്. അല്ലാതെ എന്റെ ഇതല്ല കയറേണ്ടത്. ഇപ്പൊ ഞാൻ 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ കിടന്ന് ഇല്ലെങ്കിൽ ഞാൻ തല്ലി മേടിക്കണം, അത്രയല്ലേ ഉള്ളൂ? അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് തല്ലു കൊള്ളണം പെണ്ണും പിള്ളേരുടെ മറ്റുള്ളവരുടെ. ഞാൻ തല്ലു കൊണ്ടോളാം. കുഴപ്പമില്ല. എനിക്കിപ്പോ എന്തായാലും 10 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ ഇല്ല. ഞാൻ തല്ലു കൊണ്ടോളാം. എന്തായാലും എന്റെ ഭാര്യ തള്ളാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നേക്കാൾ 2 വയസ്സ് മൂത്താവുള്ളൂ. മൂത്തവർ തല്ലി കഴിഞ്ഞാൽ നന്നാകാൻ വേണ്ടി നമ്മളെ തല്ലണം, അറിയാമോ? ഞാൻ കൊണ്ടോളാം. മൂത്തോർ ചെല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മർദ്ദിക്കും. ആ മർദ്ദനം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം കേട്ടാ. മെമ്പറുടെ സഹായം എനിക്ക് വേണ്ട. അതാ നല്ലത്. മർദ്ദനം ആഹാ ഇപ്പൊ പണിയിലല്ല മൊത്തത്തില്. പായസം വെക്കാന്ന് കരുതിട്ടേ. തേങ്ങാ പായസോ? അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇത്തിരി പായസം വെച്ചേക്കാന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ബാക്കി കാര്യങ്ങളൊക്കെ നീ ചെയ്തു, തേങ്ങ ഞാൻ പോച്ചിട്ടേക്കാന്ന്. ഭയങ്കരമാണ്. വീട്ടുപണി മൊത്തം ഇപ്പൊ ഏറ്റെടുത്തേക്കണല്ല. മെമ്പർക്ക് സമയമില്ലല്ലോ. മെമ്പർ രാവിലെ അവള് രാവിലെ പോകൂടാ. ഇപ്പതേ 5-6 പേര് ഒന്ന് കൊണ്ടുപോയുള്ളൂ. ഇനി വന്നതൊരു നേരത്താണ്. ഇപ്പൊ സുഖമല്ലേ? ഇപ്പൊ 5 വർഷം അവള് മെമ്പറായിട്ട് പോകും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതിയെന്നു. അത് തന്നെ. അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാനും ഈ റേഡിയോയും ടിവിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ബോറടിയുണ്ട്. അല്ലല്ല ഉദ്ദേശിച്ചത്. മറ്റേ സെറ്റപ്പിനൊക്കെ ഒരാളെ ഇങ്ങോട്ട് കയറ്റിക്കൂലിയാണ്. വീടിനകത്തേക്ക് ഒരാളെ കയറ്റിക്കൂലിയാണ്. വർത്താനം അവളെ കാണാൻ വന്നവരോട് പുറത്തുനിന്ന് വർത്താനം പറഞ്ഞിട്ട് വിൽക്കോളാൻ പറയും. നല്ല മോനാണ്. ഇല്ലടാ അതൊക്കെ പണ്ടേ. എന്ത് വൃത്തിയോട് കാണിച്ചിട്ടുണ്ടെങ്കിലും ബാധിക്കണത് എനിക്കറിയാവുന്നല്ലോ. മെമ്പറേ നാറുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ. പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. വീട്ടുപണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നാ പോരാ, ഇടയ്ക്ക് ശ്രദ്ധ അവിടെയും വേണം. പല ആൾക്കാരുടെ കൂടെയാണ് പോണത്. അത് ഓരോരുത്തരും ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി വിളിച്ചു. എടാ ഈ വഴി പ്രശ്നങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ കേസ്, ഹെൽമെറ്റില്ല കേസ്, പിന്നെ ഈ മാലിന്യ പ്രശ്നം, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾക്ക് എല്ലാം അവളുടെ തലയിലാണ് ഇപ്പൊ. ശരിക്കും ഉണ്ടല്ലോ, ഭാര്യമാര് മെമ്പർമാരായ ഭർത്താക്കന്മാര് വേണം ഭരിക്കാൻ. ഇപ്പൊ ഞാൻ മരിക്കണമെന്നോ നീ പറയണത്? എടാ എനിക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല, നിനക്കറിയോ? മരിക്കണമെന്നല്ല, പിന്നെ ഭരിക്കണമെന്ന്. മരണം ഏതാണ് ഭരണം ഏതാന്ന് അറിയാൻ പറ്റാത്ത ഈ പെണ്ണുപരത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ മെമ്പറെ, ഞാൻ മെമ്പറിനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അല്ല ഈ നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നാ പോരട്ടെ. വീട്ടിലൊരാൾ ഭർത്താവ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇരിപ്പണ്ടേ, ഒരു ഓർമ്മ വേണം. ഒന്നും പറയണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാന്ന് ചേട്ടൻ എപ്പോഴും പറയും. ആ മെമ്പർ ഉള്ളപ്പോഴേ ബോറടിയുള്ളൂ. മെമ്പർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ്. പിന്നെ അതൊരു ട്രാജഡി ആകാതെ നോക്കണം, അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ല മെമ്പർ അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പലരും കയറി ഇറങ്ങി പല പെണ്ണുങ്ങളും വരുന്നുണ്ട്, പോക്കുവരൊക്കെ ഉണ്ട്. പിന്നെ അത് ഞാനായിട്ട് പറഞ്ഞത് ഇനി അത് വലുതാക്കണ്ടല്ലോ എന്ന് ഓർത്തും ഇണ്ടാത്തതാ. നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ എന്റെ ഓഫീസ് വർക്കിനും പിന്നെ അടുക്കളയിലെ പണിയൊക്കെ ആയിട്ടേ 2 പെണ്ണുങ്ങളെ വേണമായിരുന്നു, ഒന്ന് സംഘടിപ്പിച്ചു തരുക. പിന്നെ എപ്പ തന്നെന്ന് ചോദിച്ചാൽ മതി. ഇന്ന് ഒരു 4 മണിക്ക് ഞാൻ വീട്ടിലുണ്ടാവും. അല്ല ധൃതിയില്ല, നാളെ ആയാലും മതി. വേണ്ട ഇന്ന് തന്നെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ അയാള് ചോദിക്കണ്ട കേട്ടാ. 4 മണിക്ക് പോട്ടെ. ആ മെമ്പറേ, ഞാനിവിടെ സ്ഥലത്തുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. പിന്നെ സെറ്റല്ലേ, ആപ്പിളും മുന്തിരിയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങി വാ, ഇത് ബാക്കി കാര്യങ്ങൾ നേരിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, തള്ളു അത് ഞങ്ങളെ കുറിച്ചേ ഉള്ളു. എന്നിട്ട് ഞങ്ങള് വെള്ളം ഞാൻ തള്ളുമല്ലേ ഇപ്പൊ തന്നെ. ഇപ്പൊ തള്ളു വരും, ഇവിടെ പുറയുന്നു വരൂ ഇപ്പൊ. ഇതാണ് മെമ്പറെ കാണാൻ വേണ്ടി വന്നാണ്. മെമ്പറിന്റെ ഹസ്ബൻഡാണ് ഇത്. മെമ്പറിന്റെ ഹസ്ബൻഡ്. അല്ല ഇത് ഇവിടെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന. ചേട്ടൻ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. മെമ്പർ പറഞ്ഞിട്ട് 2 പേരെ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന. അതെ എങ്ങനെയുണ്ട്? പോരാടാ. എന്താ സംഭവം? എന്താണ്? നീ തങ്കോടാ, നീ പൊന്നാണ്. നീ പൂ ചോദിച്ചപ്പോ പൂന്തോട്ടമുള്ളടാ പറഞ്ഞത്. ഓ എൻജോയ് ചെയ്യ്. മനുഷ്യൻ ബോറടിച്ച് മരിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടി തീരാൻ വേണ്ടി ഇരുന്നാണ്. മടുത്തടാ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലല്ലേ നീ ഇത് കൊണ്ടെന്ന് പറഞ്ഞത്. ഞാൻ മെമ്പറിനോട് പറഞ്ഞിങ്ങനെ ഹസ്ബൻഡ് അവിടെ ഒറ്റക്കല്ലേ മെമ്പർ ബോറടിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയടാ.
ഇതൊന്നും അല്ല കസ്റ്റഡിയിൽ നീ എല്ലാ ദിവസവും ഇവിടെ വന്നോട്ടാ. എന്തിന് ഞാൻ വരില്ല. നേരത്തെ വിളിച്ചിട്ട് വേണം വരാൻ. അതുപോലെ വാതിൽ അടച്ചു കിടന്നാലും ചെറുതായിട്ട് മുട്ടിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. അടി നിന്നെ ഞാൻ വിടൂല ഞാൻ. ഇപ്പൊ അവള് ഈ വർഷം നിന്ന് 5 വർഷം വരെ ഇവരുണ്ടാവില്ല. 5 വർഷം മെമ്പറായിട്ടിരിക്കുന്ന കാലം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ കാശ് കൊടുത്താണെങ്കിൽ ഞാൻ അവളെ ജയിപ്പിക്കും. ഇവര് പോവരുതടാ. ആണോ? കാര്യങ്ങൾ പറഞ്ഞിട്ടോ. നിന്റെ വൈഫ് മെമ്പറാണ്, പിന്നെ ഒരു ഇങ്ങനെ ഇതൊക്കെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളത് ഒരു കാര്യമാക്കണ്ട. കാര്യം എനിക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അത് എനിക്ക് അവരെക്കാൾ വലുതാണ് നിങ്ങൾ. അതാ വരുന്നു എന്റെ ഒരു വൈഫ്, സോറി ഒരേ ഒരു വൈഫ്. ഇത് ആ മെമ്പറെ, എന്താടാ അപ്പള് മുന്തിരി എന്നൊക്കെ പറഞ്ഞു? ഇത് അപ്പിള് ഇത് മുന്തിരി. ഞാൻ പറഞ്ഞില്ലായിരുന്നാ മറ്റേ ഓഫീസിലും ജോലിക്കുള്ളേ ഓഫീസിലെ കാര്യം ഇതാണ്. ഓഫീസിലേ ഞാൻ നോക്കുന്ന ഫയൽസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ എൻ്റെ പ്രോഗ്രാം ചാർട്ടുകളൊക്കെ ഒന്ന് ചെയ്യണം. ഞാൻ എൻ്റെ ഉദ്ഘാടനങ്ങൾ പിന്നെ മീറ്റിംഗ് അതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്ത് എന്നെ അറിയിക്കണം. ഇതൊക്കെയാണ് തൻ്റെ ഡ്യൂട്ടി. പിന്നെ കിച്ചണിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ? ചൈനീസും കോണ്ടിനെന്റലും ഒക്കെ എല്ലാം ഉണ്ടാക്കും. കുക്കിങ്ങിൽ കറസ്പോണ്ടന്റ് കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ട്. ഓ എന്നാ ഗസ്റ്റ് ഒക്കെ വരും. അപ്പൊ ചിലപ്പോ അവർക്ക് ഏതാ ഫുഡ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഒരേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുണ്ടാക്കിയാലും ആദ്യം എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഗസ്റ്റിന് കൊടുത്താൽ മതി. പിന്നെ ഓട്ടോ റെഡിയാണല്ലേ? ഓട്ടോ റെഡിയാണ്. അപ്പൊ ഇനി മുതൽ ഇത്രയും നാള് ഞാൻ ഈ വരുന്നവരും പോകുന്നവരും കൊണ്ടുവരുന്ന വണ്ടിയെ കയറി അവരുടെ കൂടെ പോകുന്ന അവര് തിരിച്ചു കൊണ്ടുവന്നാക്കുന്ന പാതിരാത്രി എന്നില്ല 10 വെളുപ്പിനൊന്നും ഇല്ലാതെ ഈ യാത്രയായിരുന്നു. ഇനി മുതൽ ഇയാള് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓട്ടോയിൽ നിങ്ങളും കൂടെ എൻ്റെ കൂടെ വരണം. അതാവുമ്പോ ഞാനും സേഫ്, എൻ്റെ ലൈഫും സേഫ്. ഇതാണ് വൈഫ്.